നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ കാഴ്ചകളൊന്നും ഞാൻ കാണിച്ചു തന്നില്ലല്ലോ, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെയാണ് കിട്ടുന്നതും ഈ ഹോട്ടലിലെ കാഴ്ചകളെല്ലാം ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ ഡൈനിങ് ഏരിയ ആണ്. ഫ്രണ്ടിലായിട്ട് നല്ല എന്താ പറയുക 5 സ്റ്റാർ ഫെസിലിറ്റിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമുക്ക് തന്നെ അകത്ത് കയറിയിട്ട് ഫുഡ് ഐറ്റംസ് എല്ലാം കാണിച്ചു തരാം. ഒരു ഭാഗത്തായിട്ട് ഇതാ ഇങ്ങനെ നോൺ വെജും വെജ് ഐറ്റംസും വേറെ വേറെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ റൈസ് വെറൈറ്റിയാണ് കേട്ടോ. ഇന്ത്യൻ ഫുഡുകളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ തായ്ലാൻഡ് സ്പെഷ്യൽ എല്ലാ വെറൈറ്റീസും നൂഡിൽസ്, ഷെസ്വാൻ എല്ലാം, സൂപ്പുകൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഉപ്മാവ് വെറൈറ്റീസ് കുറേ ഉണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ ഫ്രൂട്ട്സ്, ഡെസേർട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇത് കണ്ടില്ലേ, ഫ്രഷ് ജ്യൂസുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഇതൊരു പ്രത്യേകതരം മിക്സിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരു തരം മിക്സിയാണ്. ഫ്രഷ് ജ്യൂസ് അപ്പം തന്നെ ഇങ്ങനെ അടിച്ചടിച്ച് വന്നുകൊണ്ടിരിക്കും. ആവശ്യത്തിന് എടുത്ത് കുടിക്കാം, അങ്ങനെയാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കണേ, ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട് കേട്ടോ. മേലെയായിട്ട് നോക്കിയ മൃഗങ്ങളുടെയൊക്കെ ഒരു സ്കെൽട്ടൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കണേ, കുറേ ഡെസേർട്ടുകളും വെജിറ്റബിൾസും ഒക്കെ സാലഡ് രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടാത്തതാണ് കേട്ടോ. ഇതൊക്കെ ഗ്രീൻസാണ് കേട്ടോ, അതായത് മൈക്രോ ഗ്രീൻസ് എന്ന് പറയും. ചെറിയ ചെറിയ ചെടികളാണ്. അതൊക്കെയാണ് നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാൻ തരുന്നത് കേട്ടോ. എന്താല്ലേ, ഒരു കൊട്ടാരത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഇവിടുന്ന് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളിന്ന് എടുത്ത് പാസ്റ്റിയും കുറച്ച് റൈസുകളും എല്ലാം ചേർത്തിട്ട് നമ്മളൊരു നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. വയറ് കേടുവരാതെ കഴിക്കാൻ. ഇത് പിന്നെ തായ്ലാൻഡ് സ്പെഷ്യൽ മാങ്ങയാണ്. അത് നമ്മുടെ നാട്ടിൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അവിടുന്ന് കിട്ടിയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങളിങ്ങനെ പുറത്ത് വന്നപ്പോൾ വലിയൊരു കോഴിപ്പോണ്ട്, അതായത് സിമെൻറ്റ് ടാങ്കിൽ കോഴിപ്പോണ്ട് വെച്ചിരിക്കുകയാണ്. ചുറ്റും ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ആ ചെടികൾക്ക് കിട്ടുന്ന ഒരു അക്വാപോണിക്സ് രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അതായത് ഈ മീനിൻ്റെ വെള്ളം ആ ചെടികളിലുള്ള പൂച്ചട്ടികളിലൂടെ കടന്നു ചെന്നിട്ട് അതിൻ്റെ അമോണിയെല്ലാം വലിച്ചെടുത്തിട്ട് ബാക്കി ഫ്രഷ് വാട്ടർ പിന്നെയും അതിലോട്ട് പമ്പ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഞാനും വീട്ടിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ. ഈ അക്വാപോണിക്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ്. അപ്പോൾ ചെറിയൊരു പമ്പൊക്കെ വെച്ചിട്ടാണ് അത് പമ്പിങ് നടത്തുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. നമ്മൾ പിന്നെ അകത്ത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് അവിടുത്തെ പ്രാചീന രീതിക്കുള്ള, നമ്മുടെ നാട്ടിൽ കാണുന്ന, കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ ഫർണിച്ചേഴ്സാണ് അവിടെ തായ്ലാൻഡിലും ചെയ്തിരിക്കുന്നത്. നമ്മുടെ സപ്രമഞ്ചക്കട്ടിലെ ആ ഡിസൈൻ പോലെ ഇവിടെ വേറൊരു രീതിക്ക് ഉണ്ടാക്കിയ കട്ടിലുകളാണോ, സെറ്റുകളാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കണമെങ്കിൽ നല്ല രീതിക്കുള്ള ആംബിയൻസ് ഉള്ള ഒരു ഇൻറ്റീരിയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആര് വന്നാലും ഒന്ന് കൊതിച്ച് ഇരുന്ന് സംസാരിച്ച് പോവും, അത്രയ്ക്ക് ഗംഭീരമാണ് ഇവിടെ. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ തോരണങ്ങളെല്ലാം ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് ക്രിസ്മസ് ട്രീയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പോയത് ഡിസംബർ സമയത്തായതുകൊണ്ടാണ്, ഈ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ആ സമയത്തായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അത് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. നമുക്കിനി ഹോട്ടലിന് പുറത്തുള്ള തായ്ലാൻഡ് കാഴ്ചകൾ കണ്ടാലോ. അപ്പോൾ ഇനി പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് വീണ്ടും കാണാം.